എടാ, ദിസ് ഇസ് സിതിൻ. ഞാൻ ആക്ച്വലി ഡെക്കോയിറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ഇതിൻ്റെ OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ലൈക്ക് ഇതിൻ്റെ തിയേറ്റർ റിലീസ് വന്ന സമയത്ത് എനിക്ക് ആക്ച്വലി മിസ്സായതായിരുന്നു. ഇതിൻ്റെ ഒരു തെലുങ്ക് ഷോ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് മിസ്സായി പോയി. ലൈക്ക് ഇപ്പോൾ വെച്ച് നോക്കുമ്പം അത് കുറച്ച് നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് മിസ്സായാലും. സോ കമ്മിങ് ടു പടത്തിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എനിക്കിതൊരു എന്തുവാ വെളുക്ക വെളുക്ക വെള്ളം കോരിയിട്ട് ലാസ്റ്റ് കൊണ്ട് കലവടച്ച അതിൻ്റെ ഒരു അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് അതുവരെ തുടക്കം പോലെ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ത്രില്ലിങ് എൻഗേജിങ് ആയിട്ട് വന്നതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട് വന്നതാണ്. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് വന്നപ്പോഴേക്കും എനിക്ക് അത് വർക്കായില്ല. കാരണം എനിക്ക് ഡിഡ്ന്റ് സാറ്റിസ്ഫൈ മീ. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലൈക്ക് ഒരു ഓക്കെ ആയിട്ടുള്ളൊരു സിനിമയാണ്. ലൈക്ക് പെർഫോമൻസ് വൈസ് ആയാലും മൃണാൾ താക്കൂർ, അതിവിശേഷ് ലൈക്ക് അവരെല്ലാം ഓക്കെയാണ്. പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവരെന്തിനാണ് എന്ന് വരെ തോന്നിപ്പോയതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അപ്പാർട്ട് ഫ്രം ദാറ്റ് ലൈക്ക് മൊത്തത്തിൽ എനിക്കൊരു ഓക്കെ ആയിട്ടുള്ള ഒരു പടമാണ്. മേ ബി എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല, നിങ്ങൾക്ക് ചിലവർക്ക് ഇത് ചിലപ്പം വെറും പദമോ അപരാധമായിട്ടൊക്കെ തോന്നാം. സോ കൊമേഴ്ഷ്യൽ പടങ്ങൾ ഇഷ്ടമുള്ളവർക്ക് മേ ബി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.